അപ്പോൾ ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫ്ലിക്കറിന് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിമ്മ കൊടുത്തുള്ള പേര് എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ വാട്ടർ ബീഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഓർബിസ് എന്നോ അങ്ങനെ എന്തോ പറയും ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇത് ഏതായാലും നമ്മൾ 20,000 ബോൾസ് ഉണ്ട്, 20,000 കുഞ്ഞു ബോൾസ് ഉണ്ട്. ഇത് നമ്മൾ ഡ്രമ്മിൽ നിറക്കാൻ പോവുകയാണ്. എത്രത്തോളം വലുതാവും എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാവും ഒന്ന് നോക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഒരു ഫൺ വ്ളോഗാണ്, ഒരു എൻ്റർടൈൻ വ്ളോഗ്. അപ്പോൾ നമ്മൾ ആദ്യം ഡ്രമ്മ് അവിടെ ഡ്രമ്മുണ്ട്. ഡ്രം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നേരെ വെള്ളം നിറക്കണം. അപ്പോൾ കമോൺ, 250 ലിറ്റർ വെള്ളം പോകുന്ന ഒരു ഡ്രമ്മാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം ഈ ഒരു ലെവലിൽ ആക്കണോ? ഈ ഒരു ലെവൽ വെള്ളമാക്കിയിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കേക്ക് എടുത്താട്ടോ ഈ ലെവൽ വെള്ളമാക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ എത്രത്തോളം ക്വാണ്ടിറ്റി വരും, വലുതായി കഴിഞ്ഞാൽ എത്രത്തോളം വരും എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. വെള്ളം എത്ര നിറച്ചിട്ടുള്ളൂ ഇങ്ങോട്ടൊക്കെ? നമ്മൾ ഇത്ര വെള്ളം നിറച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ബോൾസ് വലുതായി വരുമ്പോൾ എത്രത്തോളം വരും എന്നറിയില്ല. അപ്പോൾ വെള്ളം കൂടുതൽ വേണ്ടാന്നുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ നിറച്ച് കൊടുക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിച്ച ഇത്രയാണ്, പക്ഷെ നമ്മൾ ഈ ഒരു ലെവലിൽ നിറച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നേരെ ഇനി നമ്മൾ പൊട്ടിക്കൽ ചടങ്ങാണ്. ഏകദേശം 20,000 ബോൾസ് ആട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇത്ര ബൾക്കായിട്ട് ആരെങ്കിലും ചെയ്തിക്കണോ? നമ്മൾ വീട്ടിലാണ് ചെയ്ത് നോക്കൂല എത്ര തോനെ. നമ്മൾ ചെറിയൊരു പാക്കറ്റൊക്കെ ആയിട്ട് 100 പീസൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ഇത്ര കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾ കാണുന്നുണ്ടാവും ചിലപ്പോൾ കേട്ടോ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ ഇത് വേറെന്തോ സൗണ്ട് കേട്ടോ. ഇതാണ് ബോൾസ്. ഇവിടെ ഓക്കെ സൂം ചെയ്തെടുത്തൊക്കെ 2 ബോൾസ് മൊത്തം കളർഫുൾ ആട്ടോ. മിക്സഡ് കളർ. അത് വലുതായി വരുമ്പോൾ നല്ല രസമുണ്ടാവും കളർഫുൾ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ കളർ എടുത്ത് 20,000 ബോൾസാണ് ഈ കാണുന്ന ക്വാണ്ടിറ്റി. ഇത് തോന്നുന്നത് വേറെ എന്തോ ആണ്. അല്ലടാ, ഇത് കവർ പൊട്ടി ഇതിൽ പോയതാ സംഭവം കേട്ടോ. സംഭവം ഈ ഓരോ പാക്കറ്റിൽ ഉണ്ടായിരുന്ന സാധനമാണ്. ഇത് പൊട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിലും കുറേ ഒട്ടി പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും പോലും നമ്മൾ മിസ്സാക്കുന്നില്ല, ഒക്കെ ഇതിലേക്ക് ഇടുകയാണ്. ഉണ്ട് അത് പാക്കറ്റിൻ്റെ ഉള്ളിലുണ്ടായ പാക്കറ്റ് പൊട്ടിയിട്ട് കവറിലായിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡെലിവറിക്കിടെ സംഭവിച്ചതാണ്. എന്നിരുന്നാലും നമ്മളെല്ലാം ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പൊട്ടിക്കണേ, എല്ലാം പൊട്ടി പോയിക്കണടാ. ഓക്കെ, എല്ലാം പാക്കറ്റ് പൊട്ടി പോയിക്കണം. ഇതിമൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം ക്വാണ്ടിറ്റി. ഒന്നുപോലും മിസ്സാകാണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതേതായാലും നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഏതായാലും നമ്മൾ കവറ് മെയിൻ സാധനം കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, എന്താ രസമല്ലേ നമ്മളെ ക്രിസ്റ്റലായിട്ടുള്ള സാധനം. അടിപൊളിയില്ലേ? ഓക്കെ, മൊത്തത്തിൽ എടുത്ത് ഞാൻ കാണിച്ചു തരാം. പോവാണ്, വെള്ളത്തിൽ പോയിക്കോട്ടെ. ഓക്കെ, 20,000 ബോൾസാണ്. എല്ലാം നമ്മൾ വെള്ളത്തിൽ ഇടാൻ പോവാണ്. എല്ലാം വലുതായി പറ്റേ നമുക്ക് കാണാമല്ലോ. എല്ലാം ഇട്ടിട്ടോ 20,000 ബോൾസും ഇല്ല, ഏകദേശം ഒരു കയറിപ്പോൾ ഒരു 100-200 ബോൾസൊക്കെ പുറത്ത് പോയിട്ടുണ്ടാവും ആ കവറുമൊക്കെ ആയിട്ട്. എന്നാലും ബാക്കിയുള്ള എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അടിയിൽ കിടക്കുന്നുണ്ട്. സൂം ചെയ്ത് നോക്കിയാൽ അടിയിൽ കിടക്കുന്നുണ്ട്. മൊത്തം കളർഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സാധനം വലുതായി വരണം, കുറച്ച് സമയം പിടിക്കും. ഏകദേശം മണിക്കൂറുകൾ പിടിക്കും. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഏകദേശം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ എന്ന് ജസ്റ്റ് നോക്കാമെന്നാണ്. ഓക്കെ, കുറച്ച് വലുതായിക്കണം തോന്നുന്നല്ലേ? എടുത്ത് നോക്കട്ടെ. ഏകദേശം ഈ ഒരു ലെവല് നമ്മളൊക്കെ. അപ്പോൾ തന്നെ ക്രിസ്റ്റലായിട്ട് സാധനം ഭയങ്കര നേക്കായിട്ടില്ലേ നമ്മളൊക്കെ. വാവ്, ഇതിപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് വലുതാവാനുണ്ട്. ഈ ഒരു ലെവലിലായിട്ടുണ്ട് ബോർഡും. ഒരു കളർ ബോർഡ് എടുക്കല്ലേ, ഇതൊരു ലെവലിലായിട്ടുണ്ട്. ഇനി ഒരുപാട് വലുതാവട്ടെ കേട്ടോ. അരമണിക്കൂറായിട്ടുള്ളൂ. ഏകദേശം 3 മണിക്കൂർ കൊണ്ട് ഫുള്ള് വലുതാവുകയായിരുന്നു. ഒന്ന് ജസ്റ്റ് കറക്കി നോക്കട്ടെ ഇത് അവസ്ഥ. ഓക്കെ, കളേഴ്സൊക്കെ അപ്പോൾ ഏതായാലും വലുതാവട്ടെ കേട്ടോ. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം നമുക്ക് ലാസ്റ്റ് കിട്ടി കേട്ടോ. നമ്മൾ വെള്ളം വാർത്തിട്ടുണ്ട്. കുറേ എണ്ണം വലുപ്പം വെച്ചില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ 7 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടോ. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ വെള്ളം ഒന്ന് വാർന്നിട്ടുണ്ട്. നമ്മൾ നേരെ ഡബ്ബേക്ക് ആക്കുകയാണ്. 20,000 ബോൾസ് ഉണ്ട് എന്നാണ് ഫ്ലിപ്കാർട്ട് പറയുന്നത്. ചാട് വല്ല. ഓക്കെ, പുള്ളി ചാടിയാ ഇനി നോക്കിണ്ടോ? ഏകദേശം എല്ലാം ചാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചാടിയുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ചിലതൊക്കെ വലുതായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ 7 മണിക്കൂർ വെയിറ്റ് ചെയ്ത് പക്ഷേ വലുപ്പം വെച്ചിട്ടുണ്ട് കുറേയൊക്കെ. എന്നാലും കുറേ എണ്ണം വലുപ്പം വെച്ചിട്ടുണ്ട്. ഭാഗം ഉണ്ട് കേട്ടോ സാധനം. നമ്മൾ നേരെ ഒരു ചെറിയൊരു കുയ്യുത്തിയുടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ണയ്ക്ക് പോകല്ലേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൊട്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പ് നോക്കുകയാണ്. ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ,
സംഭരമൊക്കെ ഉണ്ടല്ലേ. ഇതാണ് നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി. ഇതിൽ കുറച്ച് വെള്ളം സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പോവാം. ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ് അൽഫാസ് സെറ്റ് ചെയ്തത്. ഒന്ന് അതിൽ ഇറങ്ങിയും കൂടി നോക്കണം. ഏതായാലും ഇത്രയും പണിയെടുത്തല്ലേ. ഹൈറ്റ് കൊടുത്തത് മണ്ണ് പോലെ ഒഴിക്കല്ലേ. ഇതിമൊക്കെ ഒഴിക്കണേ. ഒഴിക്കട്ടെ. ഇപ്പം ഏതായാലും നമ്മളെ അവസാന ഘട്ടം വെള്ളമൊഴിക്കൽ പരിപാടി നോക്കുകയാണ്. മണ്ണ് പോയട്ടെ. ഇതിൽ നമുക്കൊന്ന് ഇറങ്ങി കിടക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഏതായാലും ഇത്ര മെനക്കെട്ടല്ലേ. അറിയോ? ഒഴിച്ചോ ഒഴിച്ചോ. അതിനെ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് പറ്റിച്ചതാണോ പുളിക്കാട്? എന്താണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് അതിൻ്റെ ഇത്ര നേരം മെനക്കെട്ട 7 മണിക്കൂർ നമ്മൾ മെനക്കെട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ കേട്ടോ. ഞാൻ വിചാരിച്ച് 20,000 പറഞ്ഞപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ച്. വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. നമുക്ക് മുങ്ങാൻ മാത്രമൊന്നും സെറ്റപ്പ് ഇല്ല. ജസ്റ്റ് ഇരുന്നോ. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. കുറേ നേരം മെനക്കെട്ടാണ്. ഞാൻ വിചാരിച്ചപ്പോൾ ഇങ്ങനെ കെടുന്ന് കഴിഞ്ഞാൽ മേലക്കൊക്കെ ഉണ്ടാവുന്ന ക്വാണ്ടിറ്റി. പക്ഷേ നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. ജസ്റ്റ് ഹോൾഡ് ചെയ്യട്ടെ കേട്ടോ മൈക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി. പക്ഷേ എല്ലാതും വലുപ്പമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇതാണ് മാക്സിമം വലുപ്പം വരാം. ഈ ഒരു വലുപ്പത്തിൽ വരും. പക്ഷേ എല്ലാം ഒന്നും വന്നിട്ടില്ല. 20,000 ബോളൊക്കെ ഉണ്ടോ നിങ്ങൾ തന്നെ പറയാം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ്. ഫ്ലിപ്കാർട്ടിൽ ഒരു ചാമ്പ്യാണോ അതോ ഇനി നമുക്കിത് അറിയാത്തതാണോ എന്നൊന്നും അറിയില്ല. 20,000 തന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്താൽ. പക്ഷേ വിചാരിച്ച ക്വാണ്ടിറ്റി ഇല്ല. അതിൽ ചെറിയൊരു മിനി സ്വിമ്മിംഗ് പൂൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിടക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മാക്സിമം വലുതായിട്ടുള്ളത് ബ്ലാക്ക് വൈറ്റ്. ഈ ഒരു സാധനം ഒന്നും വെള്ളത്തിലിരുന്ന കാണുന്ന പോലും ഇല്ല. പിന്നെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് കളറൊക്കെ ഉണ്ട്. ഇടയ്ക്കുള്ളൂ കളേഴ്സ് കേട്ടോ. അവസാന ഘട്ടം കേട്ടോ. ഈ സാധനം നമ്മൾ ഏതായാലും ഇവിടെ പറമ്പിലിട്ട് പോകുന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത് റിട്ടേൺ നമ്മൾ കൈയിട്ട് വാരിയിട്ട് നേരെ ശേഖരിച്ച് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ചിന്ന വീഡിയോ അല്ലെങ്കിൽ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലോണം മെനക്കെട്ട് കിട്ടോ. പക്ഷേ കുയ്യി കുത്തി 7 മണിക്കൂർ നമ്മൾ കാത്തുനിന്ന് ഉണ്ടാക്കിയൊരു മുതലാണ്. ചെറിയ രീതിയിലെങ്കിലും വിജയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം. ഏതായാലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ബൈ.